തുമ്പയും തുളസിയും കുടമുല്ലപ്പൂവും തൊഴു കയ്യാൽ വിരിയണ മലനാട് വേലയും പൂരവും കൊടിയേരിൽ കാവിൽ വെളിച്ചപ്പാടുരയണ വള്ളുവനാട് ഉൾവിളി പെണ്ണായി തമിഴൊരു നല്ലൊരു നാട്. How are you friends? റൈന വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അഹമ്മദാബാദ് വിമാന ദുരന്തം അതൊരുപാട് എല്ലാവരും ഇന്ത്യ ഞെട്ടിയ ഒരു വിമാന ദുരന്തമാണത്. ഒരുപാട് ആളുകൾ അതിൽ മരണപ്പെട്ടു. ലാൻഡ് ചെയ്യുന്നതിനെതിരെ ജൂൺ 12 തീയതി വൈകിട്ടായ സമയത്ത് ലാൻഡ് ചെയ്യുന്ന സമയത്താണ് ഇത് പൊട്ടിത്തെറിച്ചുണ്ടായത്. നിരവധി ആളുകൾ മരണപ്പെട്ടു. അതിലൊരു മലയാളി ഉണ്ടായിരുന്നു. അങ്ങനെ മലയാളി അതായത് വിമാനയാത്ര പുറപ്പെടുന്നതിന് മുമ്പ് പങ്കെടുത്ത ഒരു ചെറിയ പ്രോഗ്രാമിൽ പാട്ടുപാടിയാണ് കുറച്ച് മുമ്പ് നിങ്ങൾ കണ്ടത്. അപ്പോൾ വിഷയം അതൊന്നുമല്ല. ഈ ഒരു വനിതയെ മരണപ്പെട്ടതിന് ശേഷം ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വന്ന് ഒരു തഹസിൽദാർ, ഡെപ്യൂട്ടി തഹസിൽദാർ ഫേസ്ബുക്കിൽ കൂടെ അപമാനിച്ച് എന്നാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിനെ കുറിച്ച് നമുക്ക് ന്യൂസ് കണ്ടിട്ട് വരാം. ആ ന്യൂസ് കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ റിയാക്ട് ചെയ്യാം. അഹമ്മദാബാദ് ആകാശ ദുരന്തത്തിൽ മരിച്ച മലയാളി രഞ്ജിതയെ സാമൂഹ്യ മാധ്യമത്തിലൂടെ അധിക്ഷേപിച്ച കാസർഗോഡ് വെള്ളരിക്കുണ്ട് താലൂക്ക് ജൂനിയർ സൂപ്രണ്ട് എ പവിത്രൻ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ്. പവിത്രനെതിരെ സർവീസിൽ നിന്നും പിരിച്ചു വരണമെന്ന് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ സർക്കാരിന് ശുപാർശ നൽകിയിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വളരെ മോശമായ രീതിയിലുള്ള ഒരു പോസ്റ്റും കമൻറ്റുമാണ് പവിത്രൻ കുറിച്ചത്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, അതും ഒരു ജൂനിയർ സൂപ്രണ്ട് തസ്തികയിൽ ഇരിക്കുന്ന ഒരാൾ ഇത്തരത്തിൽ അത്യന്തം ലജ്ജ തോന്നുന്ന രീതിയിൽ തന്നെ ഒരു സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ ലൈംഗിക ചുവയോട് രീതിയിൽ സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുന്നു. അത് ഒരു തവണയല്ല 2 തവണ അത്തരത്തിൽ പോസ്റ്റ് ഇടുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വിമർശനം ഇയാൾക്കെതിരെ ഉണ്ടാകുന്നത്. തുടർന്ന് ഇന്ന് രാവിലെ തന്നെ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുകയും ഇയാളെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ഞാനിപ്പോൾ നിൽക്കുന്നത് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പിയുടെ ഓഫീസിലാണ്. ഇവിടെ ഇന്ന് തീർച്ചയായിട്ടും നല്ലൊരു നടപടിയാണ് കേരള ഗവൺമെൻറ് എടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ആൾക്കാരെ പിരിച്ചു വിടേണ്ട കാര്യം തന്നെയാണ്. നല്ല ശിക്ഷയുമാണ്. സ്ത്രീവിരുദ്ധത, ജാതി പരാമർശം, എന്തൊക്കെയാണ് ഇത് നടക്കുന്നത്? പലരും പറഞ്ഞു, പല വേടൻ എന്തുകൊണ്ട് ആ മോദിനെക്കുറിച്ച് പറഞ്ഞപ്പോഴും മറ്റേ ഏതോ മധു BJPയിലെ കുറേ ആൾക്കാർ ഈ ജാതി വ്യവസ്ഥ ഇവിടെയൊക്കെ നിന്നു എന്നാണ്. ഒരാൾ മരിച്ചു അവർ ശവത്തെ പോലും വെറുതെ വിടില്ല എന്നുള്ള ഒരു നികഷ്ട കൂട്ടം ജന്തുക്കളുണ്ട്. ആ കൂട്ടത്തിൽ ഒരുത്തനാണ് ഈ കാണുന്നത്. ഒരു തഹസിൽദാർ, ഇയാൾക്ക് മാന്യമായിട്ട് സർക്കാർ ജോലി എടുത്ത് ജീവിച്ചാൽ പോരെ. പണ്ടൊക്കെ നമ്മൾ ഈ കവലക്കയിലൊക്കെ നിൽക്കുന്ന ആൾക്കാരെ കണ്ടില്ലേ, ഒരു പണിയൊന്നുമില്ല, ചുമ്മാ മറ്റുള്ളവരെ കുറ്റം കയർത്തി അത് വേണ്ടാത്തതിനും പറയും, അവരെ ജാതി ചേർത്ത് പറയുക, കുറ്റം പറയും. അത് കവലകൾ മാത്രമേ ഉള്ളൂ. ഒന്നെങ്കിൽ പത്രവാർത്ത കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ അവളിങ്ങനെയൊക്കെ പോക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അവൻ എൻ്റെ കുഴപ്പം കൊണ്ടാണ്. പത്രം വായിച്ച് ഈ ചായക്കടയിൽ നിന്ന് കുറ്റം പറയുന്ന ആൾക്കാരുണ്ട്. അത് അവിടെ തന്നെ ഒതുങ്ങുകയുള്ളൂ. അപ്പോൾ ഈ ഫേസ്ബുക്ക് വന്നപ്പോൾ എല്ലാ അമ്മാവന്മാരൊക്കെ എല്ലാവരും അവിടെ പോയി നിന്ന് കമൻറ്റ് അടിക്കുക. മെയിൻ പരിപാടി ഈ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, ഈ മധ്യവയസ്കരായ ആൾക്കാരാണ് ഈ കിടന്നാണ് ഈ അധികം ഞരമ്പ് കമൻറ്റുകൾ, ജാതി കമൻറ്റുകൾ ഒക്കെ ഇടുന്നത്. കൂടുതൽ ഇങ്ങനെ കളവന്മാർക്ക് അങ്ങനത്തെ സുഖമുള്ളൂ. അതിലൊരു കളവനാണ് ഈ ഇരുന്നോടി. ചുമ്മാ കടന്ന് വേണ്ട ജാതി പരാമർശം. അവർ നായർ സ്ത്രീയൊക്കെ എന്ത് ജാതി അവിടെ ഒരു ജീവനൊക്കെ എന്ത് ജാതിയുണ്ട്? ഇപ്പോഴും അതന്നെ ഞാൻ ചോദിക്കണം, ഒരു ജീവനൊക്കെ എന്ത് ചെയ്യാം? ഞാനായാലും നിങ്ങളായാലൊക്കെ ഒരു ജീവൻ കട്ടുപോയി ഇത് പോയി. അത് കിഴവനായിക്കോട്ടെ, കൊലയനായിക്കോട്ടെ, ഏത് രാജ്യക്കാരനായിക്കോട്ടെ, ഏത് മതത്തിൽപ്പെട്ടവൻ, പണക്കാരനായിക്കോട്ടെ, പാവപ്പെട്ടെ, ഒരു ശ്വാസം നിലച്ചാൽ തീർന്നു. അത്രേ ഉള്ളൂ. അരി കിടന്ന് ജാതിയും മതവും കുത്തിത്തിരിഞ്ഞ് ഇവനെപ്പോലുള്ളവന്മാരെ പിന്നെ എന്നെയുണ്ട്. ഇവർ പെൻഷൻ പോലും കൊടുക്കരുത്. ഇവരുടെ മക്കൾക്ക് പണ്ട് ഇവൻ്റെ മക്കളെങ്ങനെയായിരിക്കും വേർതിരിച്ച് വന്നത്? ഒരു ഫ്ലൈറ്റ് യാത്ര എന്ന് പറഞ്ഞപ്പം സാധാരണ നമ്മളൊരു യാത്ര പോകാൻ തീവണ്ടി യാത്ര പോകുന്നുണ്ട്, ബസ് യാത്ര പോകുന്നുണ്ട്, ഓക്കെ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ അപകടവും ഏറ്റവും റിസ്ക് ഉള്ളതാണ് ഈ വിമാനയാത്ര. അത് റിസ്ക് ഉള്ളതായിരുന്നുകൊണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെ ഓരോ ആൾക്കാരും പോകുന്നുണ്ട് പഠിക്കാൻ. ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടൊക്കെ ആയിരിക്കും
ഒരുപാട് പേർക്ക് ജോലി സ്വപ്നങ്ങളൊക്കെ ആയിട്ടാണ് ഒരുപാട് പേര് ഈ വിദേശത്തേക്ക് വിമാനത്തിലൊക്കെ പോകുന്നത്, വിദേശത്ത് പോകുന്നത്, അത് വിമാനത്തിൽ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആണ്. അതുകൊണ്ടാണ് അവർ ജോലിക്കൊക്കെ തേടി അവിടെ പോകുന്നത്. അത് ഇന്ന് നായർ സ്ത്രീ ആയതുകൊണ്ട് ഇവിടുത്തെ വേണ്ടെന്ന് വെച്ചാൽ അവിടെ പോയതുകൊണ്ടാണ് കിട്ടേണ്ടത് കിട്ടിയെന്നൊക്കെ പറയാം. ഇവൻ്റെ വീട്ടിൽ വല്ലൊരു പുറത്തേക്ക് വല്ല ഇറങ്ങിപ്പോകായിരിക്കും, ആ മക്കളോ ആരെങ്കിലും പുറത്തേക്ക് പോയി വണ്ടി ഇടിച്ചു, അപ്പോൾ അവന് കിട്ടേണ്ട ഒരു ജാതി ആയതുകൊണ്ടാണ് മരണപ്പെട്ടത് എന്നൊക്കെ ഇവൻ പറയൂ. ഇത്രയുള്ള ഈ നികൃഷ്ട ജന്മങ്ങൾ ഒരു ആളെ മരിച്ചാൽ പോലും വെറുതെ വിടില്ലാന്ന് പറഞ്ഞു. ഈ കിളവന്മാർക്ക് അങ്ങനത്തെ സൂക്കേടുള്ളൂ. ഈ ഫേസ്ബുക്ക് വന്നപ്പോൾ എല്ലാം അങ്ങോട്ട് പോയി. കുറേ എണ്ണത്തിലൊക്കെ നാൾ പിടിച്ചു. ഏതോ ഒരു സ്ത്രീകളൊക്കെ ഇങ്ങനെ മധ്യവസ്ഥയിൽ കമൻറ്റ് ഇടുന്നു, അവർക്കൊരു സുഖമാണ്, ഒരു മനസ്സുഖം. എന്തിനാണ് ഇപ്പോൾ ജോലി വരെ കളഞ്ഞെന്ന് പറഞ്ഞിട്ട്, കാരണം അവൻ്റെ ജോലിയൊന്നും അവന് തന്നെ പറഞ്ഞ കാര്യം കേട്ടോ, അവന് സർക്കാർ ജോലി കിട്ടേണ്ടത് കിട്ടി എന്നുള്ളത്. അവന് സർക്കാർ ജോലി ഉണ്ടായി വീട്ടിൽ അഹങ്കരിച്ചുകൊണ്ടല്ലേ അവനാ കമൻറ്റ് ഇട്ടത്. ഇപ്പോൾ ജോലിയും പോയില്ലേ. അവന് ഒരു കമൻറ്റിൻ്റെ മിക്കവർക്കും ഒരു ഭാഗമാണ്. ഫേസ്ബുക്ക് എന്ന് പറയുന്നത് സാമൂഹ്യവാദം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയ ദിവസം കാണിക്കാവുന്നുള്ളൊരു രീതിയാണ്. ഈ പണ്ടത്തെ അമ്മമാരുടെ ആ മൈൻഡാണ്. പണ്ടത്തെ അമ്മമാർ അത് ഇപ്പോഴും ഉണ്ടാകും കവലയിൽ നിന്ന് ഇതിന് വന്ന് കുറ്റം പറയണം. അതുപോലെ ഈ ഫേസ്ബുക്കിൽ വന്നങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ആകാമെന്ന് ഓർത്തുകൊണ്ട് വിചാരിച്ചു. പക്ഷെ അതൊന്നും നടക്കണ കാര്യമല്ല. അപ്പോൾ സൈബർ സെല്ലിൽ അധികം നിരീക്ഷിക്കുന്നുണ്ട്. പണി 8ൻ്റെ അല്ല 16, 32 കിട്ടും. അങ്ങനെ പണി കിട്ടി അത് കിട്ടണം. അത് ആ പാവപ്പെട്ട ആ ചേച്ചി ഒരുപാട് പേര് ഇന്നാൾ ആ പ്ലെയിൻ ക്രാഷിൽ വേറെ ആൾ മരിച്ചു. ജോലി ഉപേക്ഷിച്ച് അച്ഛനമ്മയും ഡിഗ്രി ജോലി ഉപേക്ഷിച്ച് പൈലറ്റ് ജോലി രാജിവെക്കാൻ ഇരുന്നൊരു വ്യക്തിയുണ്ട്. അയാളും മരണപ്പെട്ടു. എത്ര പ്രതീക്ഷകളുള്ള കുടുംബങ്ങളാണ് പോയത്. അവിടെ പോയി ദേശത്തേക്ക് പോകുന്ന ഓരോ പ്രതീക്ഷകളൊക്കെ ആയിട്ടാണ് പോകുന്നത്, സ്വപ്നങ്ങളുമായിട്ടാണ്. ഒരുപാട് പേര് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിട്ടാണ് ഇങ്ങോട്ട് നാട്ടിലേക്ക് വരുന്നത്. ഒരു തൻ്റെ പ്രിയപ്പെട്ടവരൊന്ന് കാണാൻ വേണ്ടി. എന്നിട്ട് അങ്ങനെയുള്ള സ്വപ്നങ്ങൾ ഒരു നിമിഷം കൊണ്ട് അത് നഷ്ടപ്പെട്ടു പോയത്. എത്ര പേരുടെ പ്രതീക്ഷയാണ്. എൻ്റെ അമ്മയൊക്കെ കിടന്ന് കരയണമെന്ന് സഹിക്കത്തില്ല. ഇതിനൊക്കെ എങ്ങനെ തോന്നിയെന്നറിയില്ല ഈ കമൻറ്റൊക്കെ ഇടാൻ. ഇത്ര കമൻറ്റ് ഇടാൻ എങ്ങനെ തോന്നി? കുറേ എണ്ണങ്ങളുണ്ടെന്ന് ഇവനന്മാരെയൊക്കെ പിടിച്ചിട്ടടിക്കണം. അവന്മാരെ ഫേസ്ബുക്ക് മൊബൈൽ ടൈപ്പ് ചെയ്യാൻ വിരളം ഉണ്ടാകും, അങ്ങനെ പറയുള്ളൂ. എത്ര നേരം എത്ര പാവപ്പെട്ടവർ എത്ര പാവപ്പെട്ട ആൾക്കാർ, ഒരുപാട് ആൾക്കാർ മരിച്ചു. ഒരു പാവം താൻ എങ്ങനെയോ ചാടി മരം രക്ഷപ്പെട്ടു. അപ്പോൾ എല്ലാവർക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം പറഞ്ഞാൽ ദൈവവിശ്വാസിയാണ്. അപ്പോൾ ഒരു ദുരന്തം ഉണ്ടായാലും ദൈവത്തിൻ്റെ ശാപമാണ് ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞുകൂടെ എനിക്ക് യോജിപ്പൊന്നുമില്ല. എത്ര വിശ്വാസിയാണ് അവിശ്വാസിയാണ് ദുരന്തം വരാണെങ്കിൽ വരും. പിന്നെ ഇന്ന് ഞാൻ സംസാരിക്കണം, ഞാൻ നാളെ ജീവനോട് ഉണ്ടാവണമെന്നില്ല. കേട്ടോണ്ട് നിങ്ങളാരെങ്കിലും ജീവനോട് ഉണ്ടാവണമെന്നില്ല. ജീവൻ്റെ കാര്യം അത്രയല്ല. അതിൻ്റെ പേരും കൊണ്ട് ഈ ജാതി പേരും നായർ സ്ത്രീയാണോ എന്തൊക്കെയാണ് ഈ നടക്കണേന്ന് അറിയില്ല. ഇവരൊക്കെ ഒന്നും പറയണില്ല. എന്തായാലും ഇത്ര ആൾക്കാർ മരിച്ചു വരെ ഒരു കുടുംബത്തിന് ഒരു കണ്ണീര് പോലും ആലാഞ്ചലി കയറിക്കൊണ്ട് ഇത് നിർത്തുന്നു. പിന്നെ ഇതുപോലുള്ള ആളുകളൊക്കെ ദൈവത്തെ ഓർത്ത് നിങ്ങളാണെങ്കിൽ ഒന്ന് നമ്മുടെയൊക്കെ ഒരുപാട് നമ്മളുടെ വേണ്ടപ്പെട്ടവരൊക്കെ വിദേശത്ത് ജോലി ചെയ്യാൻ പോകുന്നവരുണ്ട്. വിദേശത്ത് എൻ്റെ അനിയത്തിക്ക് PC നഴ്സിംഗ് പഠിക്കുക. അവൾ കുറച്ച് കഴിഞ്ഞ് പഠിച്ചു കഴിഞ്ഞ് വിദേശത്ത് ജോലി ചെയ്യാൻ പോവാണ്. അങ്ങനെ ഒരുപാട് ആളുകളുടെ സ്വപ്നങ്ങളായിട്ട് പ്രതീക്ഷയായിട്ട് വിദേശത്തേക്ക് ജോലി കയറി പോകാനായിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതൊക്കെ ഉള്ളിൽ കണ്ട നമ്മുടെയൊക്കെ ഒരു വീട്ടിലൊരു അംഗത്തിനൊക്കെ വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ വേദന മനസ്സിലാവും. പണ്ടും മരിച്ചു കഴിഞ്ഞാൽ നായർ സ്ത്രീയാണ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇത്ര ആളുകളെയൊക്കെ ഒന്നും പറയാനില്ല. ഇവനൊക്കെ ജോലി കളഞ്ഞ് പോകും. പെൻഷൻ പോലും കൊടുക്കണം. ജോലി കളഞ്ഞ് ദൈവത്തെ ഇനിയെങ്കിലും അനുശോചിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക. ദൈവത്തിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അത്രേ നമുക്ക് പറ്റുള്ളൂ. ഇതും പറഞ്ഞുകൊണ്ട് വീഡിയോ